the two comrades, very senior comrades, big senior leaders of our party, Comrade E.P. Jayarajan and Comrade Srimati, have both also given their explanations where they express their regret at what all that has happened. So, the Central Committee, on the basis of the Kerala State Committee's report and these letters by both these comrades, had decided to warn both these comrades. E.P. Jayarajanum P.K. Srimatikum എതിരായ നടപടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതോടെ നടപടിക്ക് പരസ്യശാസനയുടെ സ്വഭാവം കൈവന്നു. സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ടിന്റെയും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് ഇരുവരെയും താക്കീത് ചെയ്യാൻ തീരുമാനിച്ചത്. കേന്ദ്ര കമ്മിറ്റിയിൽ ഇരുവരും രേഖാമൂലം ഖേദം പ്രകടിപ്പിച്ചതായി യെച്ചൂരി അറിയിച്ചു. യോഗത്തിൽ നിന്നും E.P. ജയരാജൻ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ബന്ധുനിയമന വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയമുയർന്നെങ്കിലും ഗുരുതരമായ തെറ്റ് സംഭവിച്ചതിനാൽ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് യെച്ചൂരി തന്നെ നിലപാടെടുത്തു. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ V.S. അച്യുതാനന്ദൻ രംഗത്തു വന്നു. സംസ്ഥാന ഭരണം ശരിയായ രീതിയിലല്ലെന്നും മതിയായ തിരുത്തൽ വേണമെന്നും ഇതിനായി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്നും നേതൃത്വത്തിന് നൽകിയ കുറിപ്പിൽ V.S. ആവശ്യപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞത് എങ്കിലും മുതിർന്ന നേതാക്കൾക്കെതിരായ നടപടിയിലൂടെ താഴെത്തട്ടിൽ വരെ വ്യക്തമായ സന്ദേശം നൽകാൻ CPM-ന് കഴിയും. തെറ്റ് ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞുപോയത് എന്ന് പാർട്ടിക്ക് വാദിക്കുകയും ചെയ്യാം. ഷിജു പട്ടുവത്തിനൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.